ഗവൺമെൻറ് വെച്ച് കൊടുക്കുന്ന വീടുണ്ടല്ലോ, അതിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റീസെൻ്റായിട്ട് വിള്ളൽ വന്നിട്ട് വിള്ളലൊക്കെ വരാതെ എങ്ങനെ നമുക്ക് ചെയ്യാം, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്, അതിനെ എങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യാം എന്നത് വീണ്ടും പറയുന്നത് ഇതൊരു രാഷ്ട്രീയപരമായിട്ടൊരു സാധനമായിട്ട് ആരും എടുക്കാതിരിക്കുക. കൃത്യമായിട്ട് വിള്ളൽ തന്നെയാണ് എന്ന് നമുക്ക് ടെറസിൽ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നു. അവിടെ ടെറസിൽ അവരെ വരമ്പ് പോലെ കെട്ടിയ ആ ക്രാക്കിൻ്റെ മേളിൽ കൂടെ അതിനെ ജോയിൻ ചെയ്ത് നിർത്തി അതിനെ ലീക്ക് പ്രൂഫ് ആക്കുന്ന രീതിയാണ് രണ്ടാമത്തെ മെത്തേഡ്. നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ്. നമസ്കാരം. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് 1-2 ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നു. അത് അയച്ചു തരുന്നതിന് മുമ്പ് ഞാനത് ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നു. നമ്മുടെ യൂനിസൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, നമ്മുടെ വയനാട് മുണ്ടക്കൈ അവിടെ ദുരിത ബാധിതർക്കായിട്ട് വെച്ച് കൊടുക്കുന്ന ഗവൺമെൻറ് വെച്ച് കൊടുക്കുന്ന വീടുണ്ടല്ലോ, അതിലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റീസെൻ്റായിട്ട് വിള്ളൽ വന്നിട്ട് മന്ത്രി കെ രാജൻ ചെന്നത് പരിശോധിക്കുന്നത്, അതിനുശേഷം വരുന്ന വിവാദങ്ങളും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ വിവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള റീസൺ എന്തൊക്കെയാകാം എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഉത്തരം വീഡിയോ ആയിട്ട് ചെയ്താൽ കൊള്ളാം എന്ന് പലരും പറഞ്ഞിരുന്നു. അതിലൊരാളുടെ പേരാണ് ഞാൻ പറഞ്ഞു, യൂനിസ് ഇന്ന് രാവിലെയും കൂടെ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു വെർഷൻ എന്തായിരിക്കും അതിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്ത് സംഭവിച്ചാലും സാധാരണക്കാരൊരാൾ വീട് വയ്ക്കുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത്, ഒരു വിള്ളലൊക്കെ വരാതെ എങ്ങനെ നമുക്ക് ചെയ്യാം, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്, അതിനെ എങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അവിടെ വെച്ചിരിക്കുന്ന വീടുകൾ ഗവൺമെൻറ് വെച്ച് കൊടുത്ത വീടുകളായിരുന്നു. അത് ചെയ്തിട്ട് നമ്മുടെ ULCCS, അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒന്നാണ്, ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒന്നാണ് ULCCS. ഊരാളുങ്കലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയ്ക്ക് വടകരയ്ക്ക് അടുത്തിട്ടാണ് ആ സ്ഥലം. അതിന് ULCCയെ കുറിച്ച് അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കോട്ടയം മുടന്തക്ക് സൈഡിലൂടെ ഒരുപക്ഷെ പറഞ്ഞ് പെട്ടെന്ന് ULCCS എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷേ സഖാക്കളായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അപ്പോൾ ULCCS ആണ് ഇതിൻ്റെ പ്രൊജക്റ്റ് മുഴുവൻ എടുത്ത് ചെയ്തത്. ULCCS എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ വരുന്ന ഒരുവിധപ്പെട്ട ഭീമൻ പ്രൊജക്റ്റുകളെല്ലാം എടുത്ത് ചെയ്ത് സക്സസ് ആക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. കൂടാതെ അവർ നമ്മുടെ തന്നെ പാലങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ടെൻഡറിൽ പണി കഴിപ്പിച്ച് ബാക്കിയുള്ള പൈസ തിരിച്ച് സർക്കാരിന് കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഓരോ വീട് വയ്ക്കുന്നതിനും അവർ ചിലവാക്കിയ അല്ലെങ്കിൽ അവരെ ആവശ്യപ്പെട്ട അവരതിന് വെച്ചിരിക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റ് വേണ്ടി 27 ലക്ഷം രൂപയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിൽ നമ്മുടെ അഡ്വക്കേറ്റ് അബിൻ വർക്കി അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഒരു വീട് 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാനായിട്ട് 13 ലക്ഷം രൂപ മതി എന്നതിനെക്കുറിച്ച്. താങ്കളിത് കാണുന്നുണ്ടെങ്കിൽ താങ്കളുടെ അറിവിലേക്കായിട്ട് പറയാം, താങ്കളുടെ മേഖലയിൽ രാഷ്ട്രീയത്തെ അതുപോലെ നിയമപരമായ കാര്യങ്ങൾ നല്ല അറിവുണ്ടായിരിക്കും. പക്ഷേ കൺസ്ട്രക്ഷൻ മേഖല 1000 സ്ക്വയർ ഫീറ്റ് വീട് 1300 രൂപയ്ക്ക് ഇന്ന് ചരിത്രത്തിൽ വെക്കാൻ സാധിക്കത്തില്ല എന്നൊരു കാര്യം കൂടി അറിയിച്ചോളട്ടെ. 20 to 27 ലക്ഷം രൂപ എന്ന് അവർ പറയുന്നത് ഇൻറ്റീരിയർ അടക്കമാണെന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇനി അതല്ല, അത് എനിക്ക് തോന്നുന്നു ഒരു 19 to 20 ലക്ഷം രൂപയ്ക്ക് തീരാൻ പാകത്തിന് ചെയ്യുന്ന ഒന്നാണെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ അത്രത്തോളം വീടുകൾ 300-400 വീടുകളല്ലേ ചെയ്തു പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സംഗതി. വീണ്ടും പറയുന്നത് ഇതൊരു രാഷ്ട്രീയപരമായിട്ടൊരു സാധനമായിട്ട് ആരും എടുക്കാതിരിക്കുക. ഇനി ക്രാക്കിലേക്ക് വരാം. അവിടെ ഞാൻ കണ്ട നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ട, അതായത് പല പത്രമാധ്യമങ്ങളിലും കൂടാതെ വരുന്ന ദൃശ്യമാധ്യമങ്ങളിലും വന്ന ഫോട്ടോ സഹിതം ഞാൻ ആദ്യം വിചാരിച്ച് അതൊരു ഹെയർലൈൻ ക്രാക്ക് ആണെന്നുള്ളതാണ്. കാര്യം മന്ത്രി വന്നപ്പോഴും അതിങ്ങനെ ചുരണ്ടി അദ്ദേഹം കാണിക്കുമായിരുന്നു. അതിൽ തന്നെ ഒരു യുക്തിഭദ്രമായിട്ടുള്ള അവ്യക്തത എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും ചുരണ്ടാൻ പാടില്ലായിരുന്നു. അത് ചുരണ്ടി നോക്കേണ്ട ആൾ അദ്ദേഹമല്ല താനും. കാര്യം അദ്ദേഹത്തെ അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ചുരണ്ടി നോക്കുകയാണ് ചെയ്തത്. അപ്പോഴും പറഞ്ഞ ഹെയർലൈൻ ക്രാക്ക് എന്നുള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുകൾ വശത്ത് ടെറസിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് അതിന് ഹെയർലൈൻ ക്രാക്ക് അല്ല, അവിടെ യഥാർത്ഥത്തിൽ ക്രാക്ക് വിള്ളൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഈ ഹെയർലൈൻ ക്രാക്കിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയേണ്ടതുണ്ട്. ഇതിനകത്ത് ഇൻഫർമേഷനെ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ട് നിങ്ങളത് മുഴുവൻ കാണണം. ഹെയർലൈൻ ക്രാക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഹെയർലൈൻ ക്രാക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ ക്യൂറിങ് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ക്രാക്കുകൾ രൂപപ്പെടാം. അത് സിമൻറ്റ് മണൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ, ഇനി അതല്ല ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ക്യൂറിങ് കൃത്യമായിട്ടുള്ള വെള്ളം, ഇപ്പോൾ ജിപ്സത്തിന് ക്യൂറിങ്ങിൻ്റെ ആവശ്യമില്ല, ജിപ്സത്തിൽ ഇത് വരും. അതും എങ്ങനെയാണെന്ന് പറയാം. പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിങ്ങിന് ശേഷം കൃത്യമായിട്ടുള്ള ക്യൂറിങ്, വെള്ളം വെച്ച് വാട്ടർ ക്യൂറിങ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ എയർലൈൻ ക്രാക്കുകൾ രൂപപ്പെടാം. ഉള്ളിലേക്ക് ഭിത്തി ഉണ്ടായിരുന്ന കട്ട ഇത് വലിക്കും, അങ്ങനെ ആ വിള്ളലുകൾ രൂപപ്പെടാം. ജിപ്സത്തിൻ്റെ കേസിൽ വെള്ളം വെച്ച് നമുക്ക് ക്യൂറിങ് ഇല്ല, പക്ഷേ എങ്കിൽ പോലും
ഉപയോഗിക്കുന്ന കട്ട അത് മണ്ണ് കട്ടയാവാം, ഇനി അതല്ല പൊറോത്തയം ബ്രിക്കാവാം, ഇനി അതല്ല നോർമൽ നമ്മുടെ സിമെൻറ്റ് ബ്രിക്കാവാം, ഏത് ബ്രിക്കും ആയിക്കോട്ടെ, ഇത് വെള്ളം വലിക്കും. ആ വെള്ളം വലിക്കുമ്പോൾ ഇത് ഉള്ളിലോട്ട് വെള്ളം വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രാക്കുകൾ രൂപപ്പെടാം. നിങ്ങൾ കാണുന്നതായിരിക്കാം ഇവിടെയുള്ള വീടുകളിലെ എല്ലായിടത്തും തന്നെ ഭിത്തികളിൽ ക്രാക്കുകൾ രൂപപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ ക്രാക്കുകൾ ഒരു തരത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സംഗതിയില്ല. ഈ ക്രാക്കുകൾക്കിടയിൽ കൂടെ സൂര്യപ്രകാശം കടന്നപ്പുറത്ത് അകത്തോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഹെയർലൈൻ ക്രാക്കാണ്. നമുക്കിവിടെ ക്രാക്ക് ഫില്ലേഴ്സ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ആ ക്രാക്കുകളൊക്കെ ഒഴിവാക്കി പിന്നീട് ഇത് പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പുട്ടിയിടുന്ന ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു പോലും ഇല്ല എന്നായിരിക്കും വരിക. എന്നാൽ പോലും അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഹെയർലൈൻ ക്രാക്കല്ല, കൃത്യമായിട്ട് വിള്ളൽ തന്നെയാണ് എന്ന് നമുക്ക് ടെറസിൽ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നു. അവിടെ ടെറസിൽ അവരെ വരമ്പ് പോലെ കെട്ടിയ ആ ക്രാക്കിൻ്റെ മേളിൽ കൂടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവിടെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ സംഗതി. താഴത്തോട്ട് വരുമ്പോഴത്തേക്കും താഴെ പനച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ കണ്ടിരുന്നു. വെള്ളത്തുള്ളിയിൽ അതിനകത്തു കൂടി കൃത്യമായിട്ട് കിനിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ വന്നു എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഹെയർലൈൻ ക്രാക്കല്ല, കൃത്യമായിട്ട് വിള്ളൽ വീണത് തന്നെയാണ്. എങ്ങനെയാണ് ഈ വിള്ളൽ വീഴുക, അല്ലെങ്കിൽ ഈ വിള്ളൽ വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മളെന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. വിള്ളൽ വീഴുക എന്ന് പറഞ്ഞാൽ ക്യൂറിങ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മൾ ആദ്യം മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുവലായിട്ടായിരുന്നു അത് മിക്സ് ചെയ്തിരുന്നത്. അതായത് ഒരു വടി വെച്ചിട്ട് ഇങ്ങനെ കുത്തി അതിനെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു നേരത്തെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എയർ ബ്ലോ ഉപയോഗിച്ച് കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യുന്ന കോൺക്രീറ്റ് എല്ലാം തന്നെ മിക്സപ്പ് ചെയ്യുന്ന ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ വീടിൻ്റെ വാർക്ക് നടന്ന സമയത്തൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഏരിയാസിലാണ് അത് കൊണ്ടുവരുന്നത്. ULCCS പോലുള്ള ഒരു വലിയ കമ്പനി അത് ചെയ്തില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. ഒരിക്കലും മാനുവലി അല്ല അവരവിടെ ചെയ്യുന്നത്, അവർ മെഷീൻ വർക്ക് തന്നെയായിരിക്കും അവിടെ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കൃത്യമായിട്ടുള്ള കോൺക്രീറ്റിംഗ് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് ചെയ്യുന്ന ഒരു കാര്യം പ്രധാനമായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യും. എന്തിനാണ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്? ലീക്ക് പ്രൂഫ് ആക്കാൻ. അതായത് എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൂഫ് ചെയ്യാനായിട്ട് ലീക്ക് പ്രൂഫിംഗ് മെത്തേഡുകൾ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതിനകത്ത് കൂടെ മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റിൻ്റെ കൂടത്തിൽ തന്നെ അത് മിക്സ് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, ചെറിയ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിള്ളലുകൾ ഇത് കൃത്യമായിട്ട് ബോണ്ട് ചെയ്ത് അതിനെ ജോയിൻ ചെയ്ത് നിർത്തി അതിനെ ലീക്ക് പ്രൂഫ് ആക്കുന്ന രീതിയാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി എന്ത് ലീക്ക് പ്രൂഫ് ആക്കി എന്ന് പറഞ്ഞാൽ ശരി, ഇത് ചിലപ്പോൾ മാനുവലി ചെയ്താലും അല്ലാതെ മെഷീൻ വർക്ക് ചെയ്താലും നമുക്കതിന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നേക്കാം, ടെക്നിക്കലി ചിലപ്പോൾ ഇഷ്യൂസ് വന്നേക്കാം. കാര്യം അത്ര ചൂട്, പിന്നെ അതുപോലെ മഴ, കോൺട്രാക്ഷൻസ് സബ്ട്രാക്ഷൻസ് എപ്പോഴും നമ്മുടെ മെയിൻ കോൺക്രീറ്റിനും അത് തന്നെയല്ല എന്ത് സിമെൻറ്റ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ ക്ലേ പ്രോഡക്റ്റ് ആയിട്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻസ് ഉണ്ടായി എന്തെങ്കിലും വിള്ളലുണ്ടായാൽ പോലും നമ്മളതിനെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡുകൾ നമ്മളിതിൽ അവലംബിച്ചിരിക്കണം എന്നാണ് പ്രധാനപ്പെട്ട സംഗതി. മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം അല്ലെ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പോണ്ടിങ് ചെയ്യണം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പോണ്ടിങ് ടെസ്റ്റ്. ഈ പറഞ്ഞ കേസിൽ മന്ത്രി അതുപോലെ തന്നെ ULCCSൻ്റെ CEO പറഞ്ഞ ഒരു കാര്യം പോണ്ടിങ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പോണ്ടിങ് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ പോണ്ടിങ് ടെസ്റ്റുകൾ ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കതിൻ്റെ യുക്തി മനസ്സിലായിട്ടില്ല. കാര്യം ഇന്ന് ഏത് ചെറിയ വീടും വലിയ വീടും ആയിക്കോട്ടെ, നമ്മൾ കൃത്യമായിട്ട് പോണ്ടിങ് ടെസ്റ്റ് ചെയ്യാത്ത എത്ര ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരുവിധപ്പെട്ട എല്ലാവരും ചെയ്യും. നമ്മുടെ വീട് ചെയ്തപ്പോൾ, നമ്മുടെ ഈ വീട് ചെയ്തപ്പോൾ, അതുപോലെ നമ്മുടെ സംപ്രീതം ചെയ്തു കൊടുത്ത വീട് ചെയ്തപ്പോൾ, അതൊരു കുഞ്ഞു വീട് 700 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. അത് ചെയ്തപ്പോഴും ഞങ്ങൾ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം 2 ദിവസം, ഒരു ദിവസം കഴിഞ്ഞിട്ട്, ഒരു ദിവസം 2 ദിവസം ആവും, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളത് കൃത്യമായിട്ട് ആ സൈഡിൽ ടെറസിൽ വരമ്പ് കെട്ടി അവിടെ നമ്മൾ വെള്ളം നിറച്ച് നിർത്തി. 24 മണിക്കൂറാണ് വെള്ളം നിറച്ച് നിർത്തേണ്ടത്. അതായത് ഒരു ദിവസം വെള്ളം നിറച്ച് നിർത്തി നമ്മൾ ആ വെള്ളം താഴേക്ക് കിനിഞ്ഞിറങ്ങുന്നുണ്ടോ പനച്ചിറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ അറിഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും വിള്ളലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വെള്ളം നമുക്ക് അകത്ത് വീടിൻ്റെ ഉള്ളിൽ റൂമിൽ ദൃശ്യമാവും. അത് ഇവിടെ ചെയ്തിട്ടില്ല. എനിക്കതിൻ്റെ യുക്തി മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് പോട്ടെ, അത് അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് നിൽക്കട്ടെ. നിങ്ങൾ വീട് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ടതാണ്? കൃത്യമായിട്ട് പോണ്ടിങ് ടെസ്റ്റ് ചെയ്ത് അവിടെ ലീക്ക് പ്രൂഫാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. കർശനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ലീക്ക് പ്രൂഫാണെന്ന് ഉറപ്പുവരുത്തി, എന്നാലും നമ്മൾ കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴയൊക്കെ പെയ്താൽ നിങ്ങൾക്കറിയാം വെള്ളം പനച്ച് മൂലയെക്കൂടെയൊക്കെ ഇറങ്ങി അകത്തേക്ക് വരുന്ന കാണാം. അതൊരു വലിയ പ്രശ്നമായിട്ട് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. അതൊരു പ്രശ്നമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കട്ട വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള കട്ടയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അതിനകത്തുനിന്ന് കൃത്യമായിട്ട് അകത്തോട്ട് വരും. അതിനെക്കുറിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. അത് വിള്ളലൊന്നുമല്ല, വെള്ളം പനച്ചകത്ത് വരുന്നതാണ്. അത് നിങ്ങൾക്ക് തേപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന പെയിൻറ്റുകൾ വെച്ച്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പെയിൻറ്റുകൾ വെച്ച് നമുക്കതിനെ റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇതിന് ശേഷം പറയാം. രണ്ടാമത്തെ സാധനം, നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ചെയ്യാത്ത രണ്ടാമത്തെ കാര്യം പറയാം.
ഇതുപോലെ വിള്ളൽ ഉണ്ടാവാനായിട്ടുള്ള രണ്ടാമത്തെ റീസണും കൂടെ പറയാം. നമ്മൾ ഏത് വീട് ചെയ്യുമ്പോഴും അത് ഫ്ലാറ്റ് റൂഫ് ആയിക്കോട്ടെ അല്ലാത്ത വീടുകളായിക്കോട്ടെ, ഫ്ലാറ്റ് റൂഫുകളാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ്. അതിവിടെ ചെയ്തിട്ടേ ഇല്ല. കാര്യം ഇങ്ങനെ ഒരു വീട് കൊടുക്കുമല്ലേ, അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു എന്താ പറയുന്നത്, ഇതുപോലെ ഒരുപാട് ആൾക്കാരെ നഷ്ടപ്പെട്ടവർക്കാണ് നമ്മൾ ആ വീട് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് 100% ക്വാളിറ്റിയോടെ കൊടുക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് സർക്കാർ അത് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തുകൊണ്ട് ULCCS പോലുള്ള ഒരു കമ്പനിക്ക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ അല്ലെ വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ് ചെയ്യണം എന്നവർ ഇത് കൊടുത്തില്ല, എന്ന് നിർദ്ദേശം കൊടുത്തില്ല എന്നെനിക്ക് അത്ഭുതമാണ്. ഇനി ULCCS പോലുള്ള ഒരു കമ്പനിക്ക് ഇതൊക്കെ അറിയാം, അവരതുകൊണ്ട് എന്തുകൊണ്ട് അതിനെ ആ രീതിയിൽ അത് കണ്ടില്ല എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ്. കാര്യം CEO പറഞ്ഞതിന് പ്രകാരം, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇന്ന് രാവിലെ കണ്ടിരുന്നു, പറയാൻ വാട്ടർ പ്രൂഫ് പുതിയ മെത്തേഡാണെന്നാണ്. വാട്ടർ പ്രൂഫ് പുതിയ മെത്തേഡൊന്നുമില്ല. വാട്ടർ പ്രൂഫ് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊന്നുമില്ല. സോ നിങ്ങൾ ചെയ്യുമ്പോൾ, ഇനി അവരത് ചെയ്തില്ല, പക്ഷേ നമ്മൾ വീട് ചെയ്യുമ്പോൾ കർശനമായിട്ടും ഫ്ലാറ്റ് റൂഫ് ആണ് എന്നുണ്ടെങ്കിൽ, എടുത്തു പറയുന്നു, ഐ റിപ്പീറ്റ്, ഫ്ലാറ്റ് റൂഫ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കണം. വാട്ടർ പ്രൂഫിങ് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് പെയിൻറ്റ് വാട്ടർ പ്രൂഫായിട്ട് കിട്ടും, ആ പെയിൻറ്റ് വാട്ടർ പ്രൂഫിങ് മുകളിൽ ചെയ്യാം. ഏറ്റവും നല്ലത് ലെയർ വാട്ടർ പ്രൂഫിങ്ങിൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ ലെയർ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോഴത്തേക്കും പലരും അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടെ ഞാനിത് ചേർത്ത് പറയാം. ലെയർ വാട്ടർ പ്രൂഫിങ് 3 ലെയർ തൊട്ട് 7 ലെയർ വരെ ചെയ്യും. ഈ ലെയർ വാട്ടർ പ്രൂഫിങ് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് അതിന് പൊളിഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊരു പ്രശ്നമല്ല. അങ്ങനെ പൊളിഞ്ഞു വരുന്നു എന്നുണ്ടെങ്കിൽ ആ പൊളിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ റീപാച്ച് ചെയ്ത്, റീവർക്ക് ചെയ്ത്, റിപ്പയർ ചെയ്ത് അതിനെ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. 100% പറയട്ടെ, ഇങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷവും നിങ്ങൾ പോണ്ടിങ് ടെസ്റ്റ് ചെയ്യണം. വരമ്പ് കെട്ടി നിർത്തി വെള്ളം ഒഴിക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളം താഴേക്ക് കിനിഞ്ഞിറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിൽ കൂടെ എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക ചെയ്യുന്നത്. നാളെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും നമുക്ക് ആ പ്രശ്നത്തെ ബാധിക്കാത്ത രീതിയിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് നമ്മളതിനെ ആ ഒരു ഏരിയ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷനിലാണ് ഇതിരിക്കുന്നത്. ആ പ്രിക്കോഷൻ കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളാണ്, അങ്ങനെ വന്ന പ്രശ്നമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം തന്നെ നമ്മളിപ്പോൾ എന്ത് വാട്ടർ പ്രൂഫ് ചെയ്തു, മുകളിൽ ഫ്ലാറ്റ് റൂഫൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്തു, നമ്മൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ സൺഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം വീണ് ആ സൺഷെയ്ഡിൻ്റെ സൈഡിൽ കൂടെ വെള്ളം പനച്ച് അകത്തോട്ട് വരുന്ന പല വീടുകളിലും കാണാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൺഷെയ്ഡിൻ്റെ സൈഡിൽ ഫംഗൽ ആൽഗ അറ്റാക്കുകൾ നിരന്തരം വെള്ളം വീഴുന്നത് കൊണ്ടുണ്ടാവുകയും ആ വെള്ളം കാലാകാലങ്ങളായിട്ട് പനച്ച് ഉള്ളിലോട്ട് വരികയും ചെയ്യുന്നതാണ്. ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ പനപ്പ് അങ്ങനെ ഉള്ളിൽ നിൽക്കും. അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇത് നിരന്തരം നിന്ന് കഴിയുമ്പോൾ ഒരു 8, 10, 15 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അകത്തുള്ള TMT ബാർസിനെ ഒരുപക്ഷെ ഇത് ബാധിതമായേക്കാം. അത് തുരുമ്പുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിനാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ മറുപടി. വാട്ടർ പ്രൂഫ് പെയിൻറ്റുകൾ നമുക്കിതിന് യൂസ് ചെയ്യാം. വാട്ടർ പ്രൂഫ് പെയിൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു പ്രൊമോഷനായിട്ട് കണക്കാക്കരുത്. കാര്യം പ്രൊമോഷനായിട്ട് കണക്കാക്കിയാലൊന്നുമില്ല. കാര്യം ചിലപ്പോൾ കാണുന്നവർക്ക് അതൊരു ഉപകാരപ്രദമായിട്ട്. ഞാൻ എൻ്റെ ബാക്കിൽ കാണുന്ന എൻ്റെ വീടാണ്, നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്നത്. ഇവിടെ എന്ന് ചോദിച്ചാൽ ആർഡക്സ് എൻഡ്യൂറയുടെ പെയിൻറ്റാണ്. ആർഡക്സ് എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് പെയിൻറ്റാണ്. ഇനി അതല്ല, നമുക്ക് പല കമ്പനികൾക്കും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പെയിൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആകും. അതായത് പ്ലാസ്റ്റിക് പോലെ ആയിരിക്കും അതിരിക്കുന്നത്, പോളിയൂറത്തിനായിരിക്കും അതിൻ്റെ ബേസ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുകയും വെള്ളം റോൾ ഡൗൺ ചെയ്ത് അഴുക്ക് വീഴും. 1% പോലും അകത്തോട്ട് അബ്സോർബ് ചെയ്യില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഭിത്തി അബ്സോർബ് ചെയ്യും. കല്ലും അതിനെ നമ്മൾ പൊട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ പൊട്ടിയൊക്കെ അബ്സോർവ് ചെയ്യും. ഇത് പൊട്ടിയോ കല്ലോ അബ്സോർവ് ചെയ്യാത്ത പാകത്തിനാണ് ഈ പറഞ്ഞ പെയിൻറ്റുകൾ നമുക്ക് വരുന്നത്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട് പെയിൻറ്റ് ചെയ്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ പെയിൻറ്റ് ചെയ്യുന്നത് കൂടാതെ കൃത്യമായിട്ട് നമുക്ക് എല്ലാ വർഷവും വീട് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ചോദിക്കും, ഇതിനൊക്കെ ചിലവല്ലേ? ചിലവുണ്ടായാൽ മാത്രമേ നമ്മൾ വീട് വെക്കേണ്ടത്. വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പണിക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാര്യം ഒരു വർഷം ഒരു വീട്, ഇപ്പോൾ ഈ 2300 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് എനിക്ക് കഴുകാനായിട്ട് 5000 രൂപയാണ് ചിലവായത്. ഒരു കൊല്ലത്തിലൊരിക്കലാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ ലൈഫും അതിൻ്റെ പെയിൻറ്റിൻ്റെ ലൈഫും കൂടുക ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വീട് പൂർണ്ണമായിട്ടും വാട്ടർ പ്രൂഫ് ആക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഏരിയയിൽ ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രാക്ക് വിസിബിൾ ആയിട്ടുള്ള ക്രാക്ക് മാത്രമാണ്, അല്ലാതെ അതിനെ വീടിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇനി ഇന്നത്തെ കേസിൽ മന്ത്രിയുടെ മറ്റൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വീടിൻ്റെ ബലക്ഷയത്തെ ഒന്നും ബാധിക്കുന്ന സാധനമല്ല ഇത് എന്നതിനെക്കുറിച്ച്. ആക്ച്വലി ഇത് ബലക്ഷയത്തെ ബാധിക്കുന്നതാണെന്ന് ചോദിച്ചാൽ വിദൂര ഭാവിയിൽ ബലക്ഷയം ഉണ്ടായേക്കാം. അല്ലാതെ ഇതിപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വിള്ളലുകളെല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഇതിന് പ്രോബ്ലം വരത്തില്ല. ആ വീട് വാങ്ങിക്കുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ പേര് നൗഷാദ്, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കുക, നൗഫൽ, അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിരിക്കത്തില്ല. അദ്ദേഹത്തിനില്ല, ഇപ്പോൾ 2-3 വീടുകൾ വിസിബിൾ ആയി എന്നാണ് പറയുക. ആ വീടുകളിലൊന്നും ഇത് ഇഷ്യൂ ആയിരിക്കത്തില്ല.
അതിന് നമുക്ക് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഇഷ്യൂസ് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ എന്നത് തന്നെയാണ് കാണുന്ന കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വയനാട് എനിക്ക് നേരിട്ട് പോകാനൊന്നും സാധിച്ചിട്ടില്ല, പോയിട്ടുമില്ല. ഇത് പറഞ്ഞതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നേരിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ, അപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു വീട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ എടുക്കേണ്ട ഒരു സംഗതി ഇതിന് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ട. ഒരു വീട് ചെയ്യുന്ന സമയത്ത് അതിന് വിള്ളലുകൾ ഉണ്ടാകാതിരിക്കാൻ, അതിന് ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ, ആ ലീക്ക് പ്രൂഫ് ചെയ്യാനായിട്ട്, ലീക്കേജ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അഥവാ വന്നാലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇനി ഇത് ആദ്യം തന്നെ ചിന്തിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വരാതെയും നമുക്കിരിക്കാം. അതിനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള ബേസിക് റീസൺ. വീണ്ടും പറയുന്നു, ഇതൊരു ഒരു പൊളിറ്റിക്കൽ ഒരു സംഗതിയല്ല ഞാൻ ഈ പറഞ്ഞത്. ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ വയനാട് ചൂരൽമല പോലത്തെ പ്രദേശങ്ങളിലെ ആൾക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം ഇപ്പോൾ ഈ നൗഫൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ 16 പേരാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വീടാണ് ആകെ കിട്ടുന്നത്. അദ്ദേഹത്തിന് വലിയ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ചേരി തിരിഞ്ഞ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കുക. കാര്യം നമ്മൾ എന്ത് സൗജന്യം കൊടുക്കുന്നു എന്നുള്ളതൊരു മാറ്ററേ അല്ല. അത് അവർക്ക് സൗജന്യം കൊടുക്കുകയല്ല, അവരുടെ അവകാശമാണ്. അവർക്ക് നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ല ഈ ഒരു വീട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഒരു സൈബർ ആക്രമണത്തിന് മുതലാണ് നിങ്ങളതിനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് എന്ത് മുന്നോട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുക. ഇത് രാഷ്ട്രീയപരമായി ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. അതായത് അവർ രാഷ്ട്രീയം ആയുധമായിട്ടെടുത്ത് അടുത്ത ആൾക്കാർ വരുന്നു, അടുത്ത ആൾക്കാർ പത്രമാധ്യമങ്ങളെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളെ വിളിക്കുന്നു, പിന്നീട് സംസാരിക്കുന്നു. നിങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും എന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാനെത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.